വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ചെറിയ ചെറിയ മാത്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് ഏർണിങ്സ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മാത്ത് പ്ലസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എൻജോയ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷനെ പറ്റി കൂടുതൽ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 6 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറുക്കുണ്ടാക്കാൻ കുന്നൻ വാഴത്തോട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രൊഡക്ട്സ് എന്ന കമ്പനി. ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ദഹനത്തിനും തികച്ചും അനുയോജ്യമാണ്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഗ്യാസ്, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും മികച്ച പരിഹാരമാണ്. നമ്മുടെ കേരളത്തിന്റെ തനി പാരമ്പര്യമായി മുത്തശ്ശനും മുത്തശ്ശിയും കുഞ്ഞുങ്ങൾക്ക് നൽകി വന്ന കുന്നൻ കായപ്പൊടി ഇപ്പോൾ മറുനാടൻ മലയാളികൾക്കും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. വളരെ ജെനുവിൻ ആയിട്ടുള്ള ഏകദേശം 1 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് മാത്ത് പ്ലസ്. അൺലിമിറ്റഡായി വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. കുഞ്ഞു മാത്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് ഏർണിങ്സ് ലഭിക്കുന്നത് കൂടാതെ വിവിധ തരത്തിലുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാവുന്നതാണ്. റെഫറൽ പ്രോഗ്രാം വഴിയും വിവിധ തരത്തിലുള്ള സർവേസ് അറ്റൻഡ് ചെയ്യുന്നത് വഴിയും ഇതിൽ ഏർണിങ്സ് ലഭിക്കുന്നതാണ്. ഇൻസ്റ്റന്റായി ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അക്കൗണ്ടിൽ 35 രൂപയായാൽ തന്നെ ഇത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സിമ്പിളായി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ കുഞ്ഞു എമൗണ്ട് പ്രത്യേക ഇൻവെസ്റ്റ്മെന്റോ റിസ്കോ ഇല്ലാതെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. വീട്ടിലിരുന്നുള്ള ഡാറ്റ എൻട്രി, വീഡിയോ ക്രിയേഷൻ, വീഡിയോ എഡിറ്റിംഗ്, പാക്കിംഗ്, പോസ്റ്റർ ഡിസൈൻ തുടങ്ങിയ ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾ YWIW വർക്ക് ഫ്രം ഹോമിലേക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. കഴിഞ്ഞ 3 വർഷമായി ധാരാളം സ്ത്രീകൾ YWIW വർക്ക് ഫ്രം ഹോമിൽ ജോലി ചെയ്തു വരുന്നു.